മുൻപൊരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു നാർസിസ്റ്റായ വ്യക്തിയുടെ 6 ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ നിയർലി 80,000-ന് മുകളിൽ ആളുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അതിൽ കമന്റ് സെക്ഷൻ വായിച്ചപ്പോൾ മനസ്സിലായത് ഒരുപാട് ആളുകൾ ഈ നാർസിസ്റ്റായ വ്യക്തികളുടെ ആ ഒരു ബോണ്ടിങ്ങിൽ കിടന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ കമന്റുകളിൽ അവർ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ സിറ്റുവേഷൻ, ഇതിനെ കവർ ചെയ്യാൻ എന്താ എനിക്ക് ചെയ്യാൻ പറ്റണേ. ഇതാണ് ബഹുഭൂരിപക്ഷം ആളുകളും ആ വീഡിയോയുടെ താഴെ കമന്റായി ചോദിച്ചിരിക്കുന്നത്. കാരണം ഇവര് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും, എത്ര സ്നേഹിച്ചിട്ടും, അതേപോലെ തന്നെ എത്ര ഉത്തരവാദിത്വം ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടും തിരിച്ചൊന്നും കിട്ടാത്തതിന്റെ ആ ഒരു വല്ലാത്ത നിസ്സഹായാവസ്ഥയാണ് ഈ വ്യക്തികളൊക്കെ തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ആ കമന്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു ബോണ്ടിങ്ങിന്റെ പുറത്ത് കടക്കാം? കാരണം നാർസിസ്റ്റായ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തും കൺട്രോൾ ചെയ്തും നിങ്ങളെപ്പോഴും കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റബോധം നിങ്ങൾ ഉണ്ടാക്കി അതിനെ വീണ്ടും വീണ്ടും ബോംബ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വലുതാക്കി കാണിച്ചുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ശക്തി ചോർത്തി കളയാനായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു ബന്ധത്തിൽ തന്നെ നിന്ന് മുൻപോട്ട് പോകണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഒരു ഇമോഷണൽ ബോണ്ടിന്റെ പുറത്ത് കിടക്കേണ്ടത് അനിവാര്യമാണ്. ഒരു ബൗണ്ടറി വരയ്ക്കേണ്ടത് അനിവാര്യമാണ്. അതിനെന്തൊക്കെ ചെയ്യണം എന്ന പ്രാക്ടിക്കൽ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ഇതിനെ കവർ ചെയ്യണമെന്ന് കൃത്യമായി പഠിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ IR എന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. നമ്പർ 1, സ്റ്റോപ്പ് ലെറ്റിംഗ് ദം കൺട്രോൾ യുവർ ഇമോഷൻസ്. നാർസിസ്റ്റ് ആയ ഒരു വ്യക്തി നിങ്ങളുടെ വികാരത്തെ ഇട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെന്ന് പറയുന്ന മനുഷ്യനെ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിനെ അതിനെ മുറിപ്പെടുത്തിയും അതിനെ വ്രണപ്പെടുത്തിയും അതിനെ വേദനിപ്പിച്ചും നിങ്ങളെ പൊട്ടിത്തെറിപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അല്ലാത്ത രീതിയിലുള്ള പൊട്ടിത്തെറികളും ബഹളം വയ്ക്കലും ഒക്കെ നിങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിയും. നിങ്ങളുടെ ഇമോഷൻസിനെ അവർ പന്താടിക്കൊണ്ടിരിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്നാണ് ആ ഇമോഷന്റെ മേലുള്ള അവരുടെ കൺട്രോളിനെ വിച്ഛേദിക്കുക. ഇത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പറയാൻ വളരെ എളുപ്പവും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ചെയ്യണം കൂടി കൃത്യമായി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവർ നിങ്ങളുടെ കുറ്റബോധത്തെ വളരെയധികം വലുതാക്കി ബലൂൺ പോലെ വീർപ്പിച്ചും അതുപോലെ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും അതേപോലെ മാനിപ്പുലേറ്റ് ചെയ്തൊക്കെയാണ് നിങ്ങളിൽ അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ടാണ്. അത് പെട്ടെന്ന് പൊട്ടിച്ചെറിയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം അവർ അത്ര കണ്ട് പ്ലാൻ ചെയ്താണ് നിങ്ങളിൽ പലപ്പോഴും ലവ് ബോംബിങ് അല്ലെങ്കിൽ പെട്ടെന്ന് കുറെ സ്നേഹപ്രകടനം നടത്തി പലതവണകളിൽ നടത്തി അങ്ങനെയാണ് അവർ ഈ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം നിങ്ങളുടെ വികാരം വെച്ച് കളിച്ചുകൊണ്ട് തന്നെ അതിനെ ഡീപ്പൻ ചെയ്തും ഓൾറെഡി അവർ സക്സസ്ഫുൾ ആയി ചെയ്തു കഴിഞ്ഞു. ഇവിടെ ചെയ്യേണ്ടത് നമ്പർ 1, ലിമിറ്റ് ഓർ കട്ട് കമ്മ്യൂണിക്കേഷൻ. ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമന്റുകൾ വായിച്ചാൽ മനസ്സിലാവുന്നത് ഒട്ടനവധി പേർക്ക് 90% ആളുകൾക്കും ആ ഒരു റിലേഷൻ കട്ട് ചെയ്യാൻ പറ്റുന്ന റിലേഷൻ അല്ല. അപ്പൊ കട്ട് ചെയ്യാൻ പറ്റുന്ന റിലേഷൻ ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേഷൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പ്രാക്ടിക്കൽ അല്ല. അവിടെ ലിമിറ്റ് യുവർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. ഒരു ട്രാൻസാക്ഷൻ ലെവലിൽ മാത്രമേ ഇവരോട് സംസാരിക്കാവൂ. കാരണം ഇമോഷണൽ ലെവലിൽ നിങ്ങൾ പൂർണ്ണമായ വിധേയത്വവും ആത്മാർത്ഥതയുമായി സംസാരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് അവിടെ വീണ്ടും നാർസിസ്റ്റ് ആയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്നത്. എന്നാൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ ലെവലുള്ള ബോണ്ടിങ് മാത്രമാണ് ഉള്ളതെങ്കിൽ നിങ്ങളെ അവർക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2, ഇഗ്നോർ ദിയർ ഒപ്പീനിയൻസ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും അവരോടുള്ള നിങ്ങൾ അസ്യൂം ചെയ്തു വെച്ച ആ ബന്ധം കൊണ്ട് എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും അവരുടെ വാലിഡേഷൻ നിങ്ങൾക്ക് വേണം. അവരോട് ചോദിച്ചിട്ടായിരിക്കും നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിരിക്കില്ല. എങ്കിലും നിങ്ങൾ ചോദിക്കും. ആ ചോദിക്കുമ്പോഴൊക്കെ തെറ്റായ മറുപടി ആയിരിക്കും അവർ പറയണത്. എന്നിട്ട് നിങ്ങളാണ് തെറ്റ് എന്ന് പ്രൂവ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലായിരിക്കും ചെന്നുപെടുന്നത്. അതുകൊണ്ട് ഇനി മുതൽ അവരുടെ വാലിഡേഷന് വേണ്ടി നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോവുക. അവരുടെ ഒപ്പീനിയൻസ് ചെവിക്കൊള്ളേണ്ട കാര്യമില്ല. കേട്ടാൽ ഇതുവഴി കേട്ട് ഇതുവഴി കളയുക. 3, സ്റ്റേ കാം. കാരണം ഇവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഇമോഷൻസിനെ എങ്ങനെയൊക്കെ പൊട്ടിക്കാമോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിന് ഇളക്കം ഉണ്ടാക്കാമോ അതിനായിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരെന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ പറയാതിരുന്നാലും എപ്പോഴും പറയണമെന്നില്ല. നാർസിസ്റ്റ് ആയ ഒരു വ്യക്തി നിങ്ങളോട് വാക്ക് പറയും, എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കിക്കോളാം, നിങ്ങളെ അന്വേഷിച്ചോളാം, നിങ്ങളെ അത്ര ഇഷ്ടമാണ്, ഇതൊക്കെ ഇവർ പറയും. പക്ഷെ നിങ്ങൾ അവരെ അന്വേഷിക്കുന്ന പോലെ തിരക്കുന്ന പോലെ അവരെ പറ്റി ചിന്തിക്കുന്ന പോലെ അവർ ചെയ്യണില്ല. അത് നിങ്ങളിപ്പോൾ വളരെ തിരക്ക് പിടിച്ച അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ എല്ലാ പ്രയോറിറ്റിയും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുക പോലും ചെയ്യണം. പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ
നിങ്ങൾ എന്ത് ചെയ്യുക, പൊട്ടിത്തെറിക്കാൻ നിൽക്കാതെ ഇവിടെ സ്റ്റേ കാം എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക. കാരണം നിങ്ങൾ കാം ആയി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ ആ ഒരു പെർട്ടിക്കുലർ ഇമോഷണൽ ബോണ്ടിന്റെ പുറത്തേക്ക് കടന്നു തുടങ്ങിയെന്ന്. അവിടെ തന്നെ അവരുടെ കൺട്രോൾ പതുക്കെ പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങും. സോ ഡു ഇറ്റ് വെരി സീരിയസ്. ഇവിടെ ചെയ്യേണ്ടത് ഐ കൺട്രോൾ മൈ ഇമോഷൻസ്. ഞാനാണ് എൻ്റെ വികാരത്തെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് നോ വൺ എൽസ് ക്യാൻ അഫക്ട് മൈ പീസ്. എൻ്റെ സമാധാനത്തെ മറ്റൊരാൾക്കും അഫക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം. കാരണം പലപ്പോഴും ഈ ഒരു വ്യക്തിയാണ് എൻ്റെ സമാധാനമെന്നും ഈ വ്യക്തിക്ക് എൻ്റെ ഇമോഷന്റെ താക്കോല് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ ചിന്തിച്ച് നമ്മൾ ജീവിക്കണത്. കാരണം ആ വ്യക്തിയോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട്, ആ ഡീപ്പായിട്ടുള്ള ആത്മാർത്ഥം കൊണ്ട് നമ്മൾ ആ വ്യക്തിയെ എല്ലാം നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും നമ്മളെ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അവർ 1% പോലും അവരെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇതൊരു സത്യമാണ്, അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഇമോഷന്റെ മേലുള്ള കൺട്രോള് തിരിച്ചു പിടിക്കുക. നമ്മളുടെ സമാധാനം നമ്മളുടെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയും മതിയാവും. അതുകൊണ്ട് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക, ഐ കൺട്രോൾ മൈ ഇമോഷൻസ്. തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇത് കമന്റ് ചെയ്യുന്ന വഴി നമ്മൾ തന്നെ നമ്മളോട് പറയുകയാണ് ഞാനാണ് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. ഇതൊരു പരിധി വരെ ഈ ഒരു അറ്റാക്കിനെ സർവൈവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നിങ്ങളുടെ ഇമോഷൻസിന്റെ മേലുള്ള അവരുടെ കൺട്രോള് അവസാനിപ്പിക്കുക. 2, ലെറ്റ് ഗോ ഓഫ് ദ പെയിൻ. അവര് പലപ്പോഴും നിങ്ങളുടെ ദേഷ്യത്തിന്റെ ഭാവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്, അതുപോലെ കുറ്റബോധത്തിന്റെ ഭാവത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയി ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെ വല്ലാത്ത രീതിയിൽ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദേഷ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അതേപോലെ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി എന്തിനാ ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ചത്, എന്തിനാണ് ഞാൻ ഇവർക്ക് വേണ്ടി പലതും ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ മതിപ്പ് നഷ്ടപ്പെടും. ഒരു ഗിൽട്ട് ഫീലിംഗ്, ഒരു കുറ്റബോധം തോന്നും ഇവർക്ക് വേണ്ടി ജീവിച്ചതിന്. പക്ഷേ ഇവർക്ക് വേണ്ടി ജീവിച്ചതിനുള്ള കുറ്റബോധം തുടർച്ചയായിട്ട് തോന്നിയാലോ, അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം തുടർച്ചയായിട്ട് തോന്നിയാലോ, അവിടെ നിങ്ങൾ നിൽക്കുന്നത് അവരുടെ ആ ഒരു പെർട്ടിക്കുലർ എനർജി ഫീൽഡിനകത്ത് തന്നെയാണ്. ആ ദേഷ്യമാണെങ്കിലും കുറ്റബോധമാണെങ്കിലും നിങ്ങൾ ആ വട്ടത്തിൽ തന്നെ കിടന്ന് കളിക്കണേ, എൻ്റെ പുറത്തിറങ്ങുന്നില്ല. പുറത്തിറങ്ങാതെ രക്ഷയില്ല. അതിനകത്ത് കിടക്കും തോറും നിങ്ങളുടെ സമാധാനം വീണ്ടും വീണ്ടും നഷ്ടപ്പെടുകയുള്ളൂ. ഇവിടെ എടുക്കേണ്ട ആക്ഷൻ നമ്പർ 1, റൈറ്റ് ഡൗൺ യുവർ പെയിൻ. എനിക്ക് നിങ്ങളെ മനസ്സിലാവും, നിങ്ങൾക്ക് ഒരുപാട് വേദനയുണ്ട്, നിങ്ങൾ ഒരുപാട് സഹിച്ചു, ഒരുപാട് ക്ഷമിച്ചു, ഒരുപാട് പ്രതീക്ഷിച്ചു, മാറും എന്ന് പ്രതീക്ഷിച്ചു. ഓരോ ദിവസവും തള്ളി നീക്കി ഒന്നും നടപടിയായില്ല. നിങ്ങളെല്ലാം എഴുതങ്ങട്ട്. കാരണം നിങ്ങളുടെ വിഷമം അവർ കേട്ടിട്ട് മനസ്സിലാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ജന്മം നടക്കില്ല. കാര്യം അവർ കേൾക്കാൻ ഇരുന്ന് തരില്ല. നിങ്ങൾ നിങ്ങളുടെ വിഷമം പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാക്ക് തെറ്റിയാൽ ആ വാക്കിനെ പൂർണ്ണമായും തെറ്റായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുള്ളൂ. നിങ്ങളുടെ വിഷമം മനസ്സിലാക്കാനോ നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കാനോ അവരെ കൊണ്ട് കഴിയില്ല. അതാണ് അവരുടെ നേച്ചർ. ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളൊരു പേപ്പറും പേനെടുത്ത് അതിലേക്ക് അങ്ങോട്ട് എഴുതുക. എഴുതിയതിനു ശേഷം ആ പേപ്പർ അങ്ങോട്ട് കത്തിച്ച് കളയുക. ഇത് ഒരു തെറാപ്പി കൂടിയാണ്. ഇഫ് യു ആർ ഡൂയിങ് ദിസ്, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിനിൽ ഒരു സമാധാനം ലഭിക്കുന്നതാണ്. നമ്പർ 2, ക്രൈ ടോക്ക് എക്സസൈസ്. നിങ്ങൾക്കുണ്ടാകുന്ന ആ പർട്ടിക്കുലർ ഇമോഷൻ ഉണ്ടല്ലോ, ആ ഒരു വേദനയുടെ ഇമോഷൻ, ആ വേദനയുടെ ഇമോഷനെ ശക്തിയാക്കി മാറ്റാനായിട്ട് കരഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അതിൽ ആരോടെങ്കിലും സംസാരിക്കുക, ഈ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്ന, കൃത്യമായി നിങ്ങൾക്ക് അഡ്വൈസ് തരുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ വ്യക്തിയോട് സംസാരിക്കുക, എക്സസൈസ് ചെയ്യുക. ആ വേദനയെ എക്സസൈസിലൂടെ ശരീരത്തിന്റെ കരുത്താക്കി മാറ്റുക. അത് സപ്രസ്ഡ് ആയ ഇമോഷനെ വെക്കുന്നതിന് പകരം അതിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ആൻഡ് വിഷ്വലൈസ് കട്ടിങ് ദ ടോക്സിക് ബോണ്ട്. നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ബോണ്ട്, ആ ബോണ്ട് മനസ്സുകൊണ്ട് കട്ട് ചെയ്യുന്നതായിട്ട് പലതവണ വിഷ്വലൈസ് ചെയ്യുക. ഈ 3 സ്റ്റെപ്സ് കൃത്യമായി ചെയ്യുന്നത് നിങ്ങളുടെ വേദന മറികടക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇവിടെ ഉപയോഗിക്കേണ്ട അഫർമേഷൻ ഇതാണ്, ഐ ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുകളയുന്നു. ഐ ഫ്രീ മൈസെൽഫ് ഫ്രം പെയിൻ. ഞാൻ എൻ്റെ വേദനയിൽ നിന്നും എന്നെ തന്നെ ഫ്രീ ആക്കുന്നു. ഐ ഫ്രീ മൈസെൽഫ് ഫ്രം പെയിൻ. ഒന്ന് കമന്റ് ചെയ്തേക്കുക, ഐ ഫ്രീ മൈസെൽഫ് ഫ്രം പെയിൻ. ഇതാണ് രണ്ടാമത്തെ കാര്യം. 3, ഫൈൻഡ് യുവർ സെൽഫ് അഗെയിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ വീണ്ടും കണ്ടെത്തിയേ പറ്റൂ. കാരണം ഇത്തരക്കാരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ എത്ര മിടുക്കനാണെങ്കിലും എത്ര മിടുക്കിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു വിലയില്ലാന്ന് തോന്നിപ്പോകും. കാരണം അവർ റെഗുലറായി പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുള്ള വിശ്വാസം എല്ലാം പോയി നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിച്ചു തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മുഴുവൻ നഷ്ടപ്പെടും. ഇനി എന്തിന് ജീവിക്കണം എന്ന് പോലും അറിയാൻ പാടില്ലാണ്ടാവും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ ഇല്ലാണ്ടാവും. നിങ്ങളെന്ന വ്യക്തിയെ ഇല്ലാണ്ടാവും. നിങ്ങളെന്ന വ്യക്തിയെ തന്നെ അവർ തല്ലിക്കൊന്നിട്ട് നിങ്ങളുടെ ഷെല്ല് മാത്രം അവശേഷിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവർക്കുള്ളത്. ആ ഷെല്ല് നിങ്ങൾ നിന്നുകൊണ്ട് തിരിച്ച് നിങ്ങളുടെ പഴയ വ്യക്തിയെ എടുക്കുക എന്നുള്ളൊരു പ്രോസസ് അല്പം ഡിഫിക്കൽട്ടാണ്. പക്ഷെ അത് ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി ചെയ്യേണ്ടത് 1, നിങ്ങൾ എന്തിനൊക്കെയായിരുന്നു അന്ന് അല്ലെങ്കിൽ പണ്ട് ഇവരുമായിട്ടുള്ള ഒരു ഡീലിങ്ങിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ. ആ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായി എഴുതുക. 2, എന്തൊക്കെയാണ് നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിറവ് മനസ്സിൽ ഉണ്ടാക്കി തന്ന ആക്ടിവിറ്റീസ്.
കാരണം ഇവർ വന്നതിൽ പിന്നെ അല്ലെങ്കിൽ ഇവരുമായി ഇടപെടാൻ തുടങ്ങിയതിൽ പിന്നെ നിങ്ങളുടെ ആ സന്തോഷവും ആ നിറവും ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇവർ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം മലീമസമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിറവ് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ഒന്ന് എഴുതി തയ്യാറാക്കുക. കൂടാതെ നിങ്ങൾ പുതിയ കഴിവുകൾ, പുതിയ സ്കിൽസ് പഠിക്കാനായിട്ട് നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക, ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാക്കാനായി പണിയെടുക്കുക. കാരണം നിങ്ങൾ എത്ര സക്സസ്ഫുൾ ആയിട്ട് കാലങ്ങളോളം ജീവിച്ച വ്യക്തിയാണെങ്കിലും അതിന്റെ പുറത്ത് നിങ്ങൾ എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖത്തോടെ ജീവിച്ചൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇവരോട് ഇടപെടാൻ തുടങ്ങിയിൽ പിന്നെ, ഇവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിൽ പിന്നെ, അല്ലെങ്കിൽ ഇവരോടൊപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിൽ പിന്നെ നിങ്ങൾ ആ ചിരി, നാച്ചുറൽ സ്മൈൽ അത് തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇതൊക്കെ എഴുതി തയ്യാറാക്കുക, അത് റീഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അഫർമേഷൻ: ഐ ആം സ്ട്രോങ്, ഞാൻ ശക്തനാണ്. ഐ ആം വാല്യുബിൾ, എനിക്ക് നല്ല വാല്യൂ അല്ലെങ്കിൽ മൂല്യമുണ്ട്. ഐ ആം ബിക്കമിങ് മൈ ബെസ്റ്റ് വേർഷൻ, ഞാൻ എൻ്റെ തന്നെ ഏറ്റവും മികച്ച വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇത് മൂന്ന് നമ്മൾ പറയുക. ഒന്ന്, ഐ ആം സ്ട്രോങ്. രണ്ട്, ഐ ആം വാല്യുബിൾ. ആൻഡ് മൂന്ന്, ഐ ആം ബിക്കമിങ് മൈ ബെസ്റ്റ് വേർഷൻ. ഇവിടെ തിരിച്ചറിയേണ്ടത് ഞാൻ വീക്കാണ്, എന്നെ കൊണ്ടൊന്നും പറ്റണില്ല എന്നായിരിക്കും നാർസിസ്റ്റ് അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഫീലിംഗ്. അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം അത്രയേറെ നിങ്ങളുടെ ഐഡന്റിറ്റി അവർ മോശമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഐ ആം സ്ട്രോങ് എന്ന് റെഗുലറായി പറഞ്ഞു കൊടുക്കുക. ഇവർ പറഞ്ഞാൽ നിങ്ങളെ കൊള്ളൂല എന്നുള്ളത് കളഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ സ്ട്രോങ് ആണ് എന്നുള്ള ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരിക. ഐ ആം വാല്യുബിൾ, നിങ്ങൾ ഒരു വിലയില്ലാത്ത, നിങ്ങൾക്ക് യാതൊരു വാല്യൂയും തരാതെ ആയിരിക്കും ഇവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ തന്നെ മറന്നുപോയിട്ടുണ്ട്. ആ വാല്യൂ ഒക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഐ ആം വാല്യുബിൾ എന്ന് പറയുന്നത്. ഐ ആം ബിക്കമിങ് മൈ ബെസ്റ്റ് സെൽഫ് അല്ലെങ്കിൽ ബെസ്റ്റ് വേർഷൻ. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ആം ബിക്കമിങ് മൈ ബെസ്റ്റ് സെൽഫ് അല്ലെങ്കിൽ ബെസ്റ്റ് വേർഷൻ എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. 4, സെറ്റ് ബൗണ്ടറീസ് ആൻഡ് പ്രൊട്ടക്ട് യുവർ എനർജി. കൃത്യമായി അതിർവരമ്പുകൾ കെട്ടി മാത്രമേ ഇവരുമായി ഇനി ഡീൽ ചെയ്യാവുള്ളൂ. കാരണം ഇവര് എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ലവ് ബോംബിംഗ് ആയി വീണ്ടും വരും. ഭയങ്കര സ്നേഹപ്രകടനവും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തലും വളരെ മാന്യമായ പെരുമാറ്റവും. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അവരുടെ ആ ഒരു സർക്കിളിൽ കൺട്രോളിന്റെ പുറത്ത് നിങ്ങൾ കടന്നു എന്ന് മനസ്സിലാക്കിയാൽ അവിടെ വച്ച് ഇവർക്ക് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. തിരിച്ച് ആ പുറത്തു നിന്നും അകത്ത് കൊണ്ടുവന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യാനും വീണ്ടും ദ്രോഹിക്കാനും തന്നെയായിരിക്കും അവരുടെ ഉൾവിളി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അതാണ് ആ ഒരു നാർസിസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ ക്യാരക്ടർ. അത് ചികിത്സിച്ച് മാറ്റാത്രത്തോളം അല്ലെങ്കിൽ ആ വ്യക്തി തീരുമാനമെടുത്തത് മാറ്റാത്രത്തോളം ഇങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ട്രാപ്പിലേക്ക് വീണ്ടും കൊണ്ടുവരാനാണ്, ഒരു ട്രോമ ബോണ്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ലവ് ബോംബിംഗ് നടത്തുന്നുള്ള സത്യം തിരിച്ചറിയുക. അവർ കാണിക്കുന്ന അഭിനയങ്ങളിൽ വീഴാതിരിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു ട്രാപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാലേ അവർക്ക് വീണ്ടും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഗ്യാസ്ലൈറ്റ് ചെയ്യാനും ബ്ലെയിം ചെയ്യാനും നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അതിന് നിന്ന് കൊടുക്കാതിരിക്കുക. നമ്പർ 1, ഡോണ്ട് എൻഗേജ് ഇൻ ഫൈറ്റ്സ്. അവർ വീണ്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ, ഒരു വഴക്കുണ്ടാക്കുമ്പോഴും നമ്മളെ വൈകാരിക ഭാവമാണ് അല്ലേ, നമ്മുടെ സ്നേഹം തന്നെയാണ് ഒരു പരിധി വരെ വഴക്ക്. റിപ്പീറ്റഡ് ആയ ഒരു വ്യക്തിയോട് നമ്മൾ വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അവരെ സ്നേഹിക്കുന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാകാൻ നിൽക്കില്ലല്ലോ, കുറച്ച് വഴക്കുണ്ടാക്കും, അത് കഴിയുമ്പോൾ കട്ട് ചെയ്യും. ഇതങ്ങനെയല്ല, വീണ്ടും വീണ്ടും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. അവർക്കറിയാം ഈ വഴക്കുണ്ടാക്കുന്നതിന്റെ പിറകിലും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ട്രാപ്പിലേക്ക് തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൈലൻസ് പവർഫുൾ ആണ്. സൈലന്റ് ആയി നിൽക്കാൻ പരിശീലിക്കുക. പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ രക്ഷയില്ല. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്പർ 2, റെഡ്യൂസ് ദിയർ ആക്സസ് ടു യുവർ ലൈഫ്. നിങ്ങളുടെ ഫിസിക്കലായിട്ടും നിങ്ങളുടെ വൈകാരികമായിട്ടും നിങ്ങളുടെ മനോനിലപരമായിട്ടും അല്ലെ ഫിസിക്കലിയും മെന്റലിയും ഇമോഷണലിയും ഇവരെ അധികം അടുപ്പിക്കാതിരിക്കുക. ആ ആക്സസ് മാക്സിമം കുറയ്ക്കുക. ഇത് പറയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ള സ്നേഹിക്കരുതെന്നും മറ്റുള്ള വെറുക്കണമെന്നും ഒന്നും അല്ല പറയണേ. പക്ഷെ നിങ്ങൾക്ക് ജീവിക്കണ്ടേ, നിങ്ങളൊരു മനുഷ്യനല്ലേ, ഭൂമി ജനിച്ചതല്ലേ, ഒരു വാല്യൂ ഉള്ള വ്യക്തിയല്ലേ, എന്തെങ്കിലും ചെയ്തിട്ട് പോകണ്ടേ. ഇവര് സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ. യു ഹാവ് ടു സർവൈവ് ദിസ്. ഒരു സർവൈവർ ആവണം, ഒരു വാരിയർ ആവണം, നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ ക്രിയേറ്റർ ആവണം. അപ്പൊ ആ 3 സ്റ്റെപ്സ് സർവൈവലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവൈവ് ചെയ്താലേ വാരിയർ ആവാൻ പറ്റൂ, വാരിയർ ആയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിയേറ്റർ ആവാൻ പറ്റുള്ളൂ. സോ നേരിട്ട് ക്രിയേഷനിലേക്ക് കടക്കാതെ സർവൈവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്പർ 3, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് സപ്പോർട്ടീവ് പീപ്പിൾ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്. ഒരുപക്ഷെ ഇവരുമായിട്ടുള്ള ആ ഒരു ഇടപെടലിനിടയ്ക്ക് അല്ലെങ്കിൽ ഇവരോട് ഒപ്പം ജീവിച്ച സമയത്ത് അതൊക്കെ അവർ കട്ട് ചെയ്ത് മാറ്റും, അവരെല്ലാവരെയും അകറ്റും. കാര്യം അവരുടെ മാത്രം ഒരു സർക്കിളിൽ, അവരുടെ മാത്രം ഒരു വട്ടത്തിൽ അവർക്ക് പൊസസ് ചെയ്യാനുള്ള ഒരു മെഷീനെ പോലെ, അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവിനെ പോലെ അങ്ങനെ മാത്രം നിങ്ങളെ അവർ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ അതെല്ലാം നഷ്ടപ്പെട്ടു ഓൾറെഡി. പക്ഷെ ഇനി നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യണം. പുതിയ കുറെ അത്തരത്തിലുള്ള പോസിറ്റീവ് സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ റീ എൻഗേജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാക്കാനും നിങ്ങളുടെ താഴെ പോയ എനർജിയെ റീഗെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കും. അതുകൊണ്ട് പറയേണ്ട അഫർമേഷൻ ഇതാണ്: ഐ പ്രൊട്ടക്ട് മൈ പീസ്. എന്റെ സമാധാനം ഞാനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓൺലി ലവ് ആൻഡ് റെസ്പെക്ട് എൻ്റർ മൈ ലൈഫ്. സ്നേഹവും ബഹുമാനവും മാത്രം എൻ്റെ ഉള്ളിൽ കയറുള്ളൂ. അല്ലാതെ നിങ്ങളെ വില കുറച്ച് കാണുന്ന വ്യക്തിയോ, നിങ്ങൾ എപ്പോഴും ഗിൽറ്റ് ട്രാപ്പിൽ പെടുന്ന വ്യക്തിയോ, നിങ്ങൾ എപ്പോഴും ബ്ലെയിം ചെയ്യുന്ന വ്യക്തിയോ, ആ വ്യക്തിക്ക് ഉള്ളിൽ സ്ഥാനമില്ല.
ഇത് തറപ്പിച്ച് തന്നെ തീരുമാനം എടുക്കണം. വീഡിയോയുടെ കമന്റ് ചെയ്യുക. ഐ പ്രൊട്ടക്ട് മൈ പീസ്. എന്റെ സമാധാനം ഞാനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. 5, ടേൺ യുവർ പെയിൻ ഇൻ ടു പവർ. വേദനയെ ശക്തിയാക്കി മാറ്റുക. കാരണം വേദനയെ ശക്തിയാക്കി മാറ്റുകയുണ്ടല്ലോ, പിന്നെ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ, നിങ്ങളെ തടയാൻ പറ്റില്ല. കാരണം വേദന എന്ന് പറയുന്നതിന് അങ്ങേറ്റം അനുഭവിച്ചതിന് പിന്നെ എന്താ പേടിക്കാനുള്ള ഒരു പ്രത്യേകം കറേജിന്റെ ഉടമയാണ്. അപ്പൊ അൺസ്റ്റോപ്പബിൾ ആയി മാറാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇതിനെ എടുക്കണം. അതിനെടുക്കേണ്ട ആക്ഷൻ നമ്പർ 1, നിങ്ങളുടെ ഫോക്കസ് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളിലും, ഈ വ്യക്തി ദ്രോഹിച്ച ദ്രോഹങ്ങളിലും, ഈ വ്യക്തി വേദനിപ്പിച്ച വേദനകളിലും, ഈ വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്ത ഇൻസിഡൻസും, ഈ വ്യക്തി എല്ലാം ചെയ്തു കൊടുത്തിട്ടും വാല്യൂ ചെയ്യാത്ത സാഹചര്യങ്ങളും, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ സാഹചര്യം, അതെല്ലാം ദൂരെ കളഞ്ഞിട്ട് നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഫിനാൻസിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ പേഴ്സണൽ സക്സസിൽ അങ്ങോട്ടേക്ക് ഫോക്കസ് മാറ്റണം. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഫോക്കസ് ചെയ്തേ പറ്റൂ. കാരണം ഈ വ്യക്തിയിലും ഈ ഇൻസിഡൻസിലും ഫോക്കസ് ചെയ്യുന്ന വഴി ഉള്ള ശക്തി പോവുകയുള്ളൂ. അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, പുതിയ ഗോളുകൾ സെറ്റ് ചെയ്ത് ആ ഗോളുകൾക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുക. ഇനി നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ 5 ദിവസം കൊണ്ട് ഗോൾ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നവീൻ ഇൻസ്പയേഴ്സിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഈ താഴെ കാണുന്ന ലിങ്ക്, നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കൃത്യമായി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് 999 ആണ് പ്രൈസ് വരുന്നത്, 999 രൂപ. അത് അടച്ചുകൊണ്ട് ആ കോഴ്സ് പർച്ചേസ് ചെയ്യുക. 5 ദിവസം കൊണ്ട് ലൈഫിലേക്കുള്ള കൃത്യമായ മാരകമായ നിങ്ങൾക്കൊരു ആവേശം നൽകുന്ന അത്തരത്തിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോളിനെ ചേസ് ചെയ്ത് മുൻപോട്ട് പോവുക. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വേദനയെ പവറാക്കി മാറ്റാനുള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണ്. സോ സെറ്റ് യുവർ മാഗ്നറ്റിക് ഗോൾ ആൻഡ് റിമൈൻ യുവർ സെൽഫ് ഐ ആം ടു ബിസി ബിൽഡിംഗ് മൈ ഫ്യൂച്ചർ. ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതിൽ വളരെ ബിസിയാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കണം, ഞാൻ ബിസിയാണ്. എന്തിനാ ബിസി? ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നതിൽ. പക്ഷെ അതിനെന്ത് വേണം? ഒരു ഗോൾ വേണം. മാഗ്നറ്റിക് ആയ ഒരു ഗോൾ നിർബന്ധമായിട്ട് വേണം. എനിക്കതുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ വീണു പോയ സമയത്ത്, പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായ സമയത്ത് തിരിച്ചു കയറി വരാനും ശക്തമായി മുൻപോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ തിരിച്ചു വരാനും നിങ്ങളുടെ വേദനയെ ശക്തിയാക്കി മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് മാഗ്നറ്റിക് ഗോൾ എന്ന് പറയുന്നത്. അഫർമേഷൻ എന്താ പറയണമെന്ന് വെച്ചാൽ ഐ വിൽ സെറ്റ് മൈ മാഗ്നറ്റിക് ഗോൾ. ഞാൻ എൻ്റെ മാഗ്നറ്റിക് ഗോൾ സെറ്റ് ചെയ്യും. ഐ വിൽ സെറ്റ് മൈ മാഗ്നറ്റിക് ഗോൾ. മാഗ്നറ്റിക് ഗോൾ എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ MG എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. 6, ഫുള്ളി ലെറ്റ് ഗോ ആൻഡ് മൂവ് ഫോർവേഡ്. ഫുള്ളി ലെറ്റ് ഗോ ആൻഡ് മൂവ് ഫോർവേഡ്. പൂർണ്ണമായും വിട്ടുകളയുക, നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അതായത് ഇവരെ പറ്റി ചിന്തിക്കുന്ന, ഇവർ വേദനിപ്പിച്ച ഇൻസിഡൻസിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സ്പേസ് ഇനി നമുക്ക് മനസ്സിൽ വേണ്ട. നമ്മുടെ മനസ്സിൽ അവരെ ഇനി ഒക്കുപ്പൈ ചെയ്യണ്ട. അവരെ ഇനി നമ്മുടെ മനസ്സിലെടുത്ത് നമ്മൾ അവർ ചെയ്ത ആ ദ്രോഹങ്ങളെ പറ്റി റിപ്പീറ്റഡ് ആലോചിച്ച് നമ്മൾ വെറുതെ സ്വയം ക്ഷയിക്കണ്ട, സ്വയം ഇല്ലാതെ ആവണ്ട. ജസ്റ്റ് ലെറ്റ് ഗോ ആൻഡ് മൂവ് ഫോർവേഡ്. ആക്ഷൻ സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റോപ്പ് റീപ്ലേയിങ് ഓൾഡ് മെമ്മറീസ്. പഴയ ഓർമ്മകളെ വീണ്ടും വീണ്ടും തലയിൽ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലേ? റീപ്ലേ ചെയ്യുക, റിപ്ലേ അല്ല, റീപ്ലേ. വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുക. ആ പ്രോസസ് അവസാനിപ്പിക്കുക. കാരണം അതിന് പോലും അവർക്ക് അർഹതയില്ല. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. നമ്പർ 2, ഫോർഗീവ്. ക്ഷമിക്കുക. നിങ്ങളെ വിഷമിപ്പിച്ച് കാണും, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കാണും, മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായി കാണും, നിങ്ങളുടെ ശാരീരികമായിട്ട് പ്രശ്നം ഉണ്ടായി കാണും, വൈകാരികമായി പ്രശ്നം ഉണ്ടാക്കി കാണും, ബൗദ്ധികമായി പ്രശ്നം, എല്ലാ രീതിയിലും പ്രശ്നം ഉണ്ടായി കാണും. പക്ഷെ ക്ഷമിക്കുക. അവർക്ക് വേണ്ടി അല്ലട്ടാ, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവരോട് ക്ഷമിക്കുക. അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർഗീവ് നോട്ട് ഫോർ ദം ബട്ട് ഫോർ യുവർ ഓൺ പീസ് ആൻഡ് യുവർ ഓൺ സക്സസ്. നിങ്ങളുടെ സമാധാനത്തിന്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുക. ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ ഡ്രീംസ്, ഹാപ്പിനെസ് ആൻഡ് ഗ്രോത്ത്. നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിങ്ങളുടെ സന്തോഷത്തിലും നിങ്ങളുടെ വളർച്ചയിലും ഫോക്കസ് ചെയ്യുക. ചില സാഹചര്യം ജീവിതത്തിൽ വരുന്നേ, ആ സാഹചര്യത്തിൽ നമ്മൾ സെൽഫിഷ് ആയേ പറ്റുള്ളൂന്നേ. നമ്മൾ സെൽഫ്ലെസ് ആയ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് അവരതിനെ വാല്യൂ കൽപ്പിക്കാതെ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയായി എടുത്ത് തോട്ടിക്കളയുന്ന, അല്ലെങ്കിൽ എടുത്ത് കുപ്പ തൊട്ടിയിലേക്ക് എറിയുന്ന ഒരു മനോഭാവം കാണിച്ചാൽ സെൽഫിഷ് ആയേ പറ്റൂ, സർവൈവ് ചെയ്യണ്ടേ. സോ ബി സെൽഫിഷ് ഇൻ ദാറ്റ് കേസ്. ആരെയും സഹായിക്കുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഇത്തരത്തിലൊരു വ്യക്തിയിൽ നിന്നും പുറത്തു കിടക്കാൻ, ഈ ഒരു ബോണ്ടിൽ നിന്നും പുറത്തു കിടന്ന് സമാധാനപരമായി ഈ ഭൂമിയിൽ എന്തെങ്കിലും അവശേഷിപ്പുണ്ടാക്കി ഇവിടെ നിന്ന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ് യു ഷിഫ്റ്റ് ഫോക്കസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെ പറയേണ്ട അഫർമേഷൻ ഇതാണ്: ഐ ആം ഫ്രീ. ഞാൻ ഫ്രീ ആണ്. മൈ ലൈഫ് ഈസ് മൈൻ ടു ക്രിയേറ്റ്. എൻ്റെ ജീവിതം ഞാനാണ് ക്രിയേറ്റ് ചെയ്യണത്. എൻ്റെയാണ് എൻ്റെ ജീവിതം, ഞാനാണ് ക്രിയേറ്റ് ചെയ്യണത്. അതുകൊണ്ട് മൈ ലൈഫ് ഈസ് മൈ റൈറ്റ്. എൻ്റെ ജീവിതം എൻ്റെ അവകാശമാണ്. വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. മൈ ലൈഫ് ഈസ് മൈ റൈറ്റ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരു വ്യക്തിക്ക് ആ സിറ്റുവേഷനെ കവർ ചെയ്ത് ശക്തമായി മുൻപോട്ട് പോകാൻ ഈ വീഡിയോ സഹായിക്കുന്നുള്ളത് തീർച്ചയാണ്. നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. കൃത്യമായ ഒരു നാർസിസ്റ്റായ വ്യക്തിയുമായിട്ട് ഇടപെട്ടതിന് ശേഷം
വേദനിക്കുന്ന വിഷമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് ഒന്ന്, നിങ്ങളുടെ ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്യാൻ ഇനി സമ്മതിക്കരുത്. പറയുക ഐ കൺട്രോൾ മൈ ഇമോഷൻസ്. രണ്ട്, ലെറ്റ് ഗോ ഓഫ് ദ പെയിൻ. നിങ്ങളുടെ വേദനകൾ എടുത്ത് കളയാൻ തയ്യാറാണ്. ഐ ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. മൂന്ന്, ഫൈൻഡ് യുവർ സെൽഫ് അഗൈൻ. നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചൊന്ന് കണ്ടെത്താനായിട്ട് എഫേർട്ട് എടുക്കണം. പറയണം ഐ ആം സ്ട്രോങ്, ഐ ആം വാല്യുബിൾ, ഐ ആം ബിക്കമിങ് മൈ ബെസ്റ്റ് സെൽഫ്. നാല്, സെറ്റ് ബൗണ്ടറീസ് ടു പ്രൊട്ടക്ട് യുവർ എനർജി. നിങ്ങൾ എനർജി പ്രൊട്ടക്ട് ചെയ്യുക, സെറ്റ് ബൗണ്ടറി ഉണ്ടാക്കുക. അവിടെ പറയേണ്ടത് ഐ പ്രൊട്ടക്ട് മൈ പീസ്. എന്റെ സമാധാനം ഞാനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അഞ്ച്, ടേൺ പെയിൻ ഇൻ ടു പവർ. നിങ്ങളുടെ വേദനയെ നിങ്ങൾ ശക്തിയാക്കി മാറ്റുക. ആൻഡ് പറയേണ്ടത് എന്താണ്? ഐ എം സെറ്റിംഗ് മൈ മാഗ്നറ്റിക് ഗോൾ. ആറ്, ഫുള്ളി ലെറ്റ് ഗോ ആൻഡ് മൂവ് ഫോർവേഡ്. പൂർണ്ണമായും വിട്ടുകളയുക, മുന്നോട്ട് ശക്തമായിട്ട് പോവുക. പറയേണ്ടത് ഐ ആം ഫ്രീ ആൻഡ് മൈ ലൈഫ് ഈസ് മൈ റൈറ്റ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വേദനയിൽ നിന്ന് പുറത്തു കടക്കാനും ശക്തമായി മുൻപോട്ട് പോകാനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വലിയ വിജയങ്ങൾ നേടിയെടുക്കാനും സഹായിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ലൈഫിൽ കൃത്യമായി മാഗ്നറ്റിക് ഗോൾ സെറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഒരു കോഴ്സാണ് മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്നും അത് പർച്ചേസ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ലൈഫിൽ കൃത്യതയുള്ള ശക്തമായ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ വെരി ബെസ്റ്റ്. NK signing off.